T20 ലോകകപ്പിലെ ഫൈനൽ എന്ന സ്വപ്നത്തിലേക്കായിട്ട് ഇന്ത്യക്ക് ഒരു കടമ്പ കൂടി മാത്രമാണ് ഉള്ളത്. വ്യാഴാഴ്ച രാത്രി രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ജയിക്കുന്നവർക്ക് ഫൈനൽ പോരാട്ടത്തിലേക്കായിട്ട് ടിക്കറ്റും കിട്ടും ട്ടോ. സെമി കളിക്കുന്നതിന് മുൻപായിട്ട് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേട്ടോ. മുൻ ഇതിഹാസ താരവും ഇന്ത്യയുടെ കോച്ചുമായിരുന്ന രവി ശാസ്ത്രി വളരെ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയെ സെമിയിൽ മാറ്റി നിർത്തണമെന്ന് ആണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹത്തിന് ഫോമിലേക്ക് വരാനായിട്ട് ഇനി എന്തായാലും സമയമെടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും, അതുമാത്രമല്ല സഞ്ജുവിൻ്റെ കൂടെ ഇഷാൻ കിഷൻ ഓപ്പൺ ചെയ്യട്ടെ എന്നും എല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യണേ എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 സെമിയിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സഞ്ജു സാംസണും ഇഷാൻ കിഷാനും കൂടി ഓപ്പൺ ചെയ്യും. തുടർന്ന് തിലക് വർമ്മ വൺ ഡൗൺ ആദ്യം കളിക്കുന്നത് പോലെയുള്ളതുപോലെ തന്നെ ആ ഒരു സ്ഥാനത്തിലേക്ക് വരികയും നാലാമതായിട്ട് സൂര്യകുമാർ യാദവും 5ഉം 6ഉം 7ഉം സ്ഥാനത്തിലേക്കായിട്ട് ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ അതേപോലെ തന്നെ അക്ഷർ പട്ടേൽ വരികയും ചെയ്യും. 8ാമത്തെ സ്ഥാനത്തിലേക്കായിട്ട് കഴിഞ്ഞ കളി മാറ്റി നിർത്തിയ സഞ്ജു സാംസൺ വന്നതിന് ശേഷം ടീമിൽ നിന്നും മാറി നിൽക്കുന്ന റിങ്കു സിംഗ് ആ ഒരു പൊസിഷനിൽ തന്നെ വരികയും ചെയ്യും. അതിനുശേഷം ബൗളിംഗ് സെക്ഷനിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ എന്നും ഉള്ളതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ, ഹർഷീപ് സിംഗും എന്തായാലും പേസർ ബൗളിംഗ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആയിരിക്കും ഇന്ത്യൻ ടീം ഇറക്കാനായിട്ട് പോകുന്നത്. പക്ഷേ സ്പിന്നിലേക്ക് വരുന്ന സമയത്ത് വരുൺ ചക്രവർത്തിനെ ചിലപ്പം ഇൻപ്ലേസ് ചെയ്യാനും ചാൻസ് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. വരുൺ ചക്രവർത്തിയുടെ സ്പിന്നിൻ്റെ പല പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നതും. മെയിനായിട്ടും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിയുടെ സ്പിന്നിൻ്റെ എബിലിറ്റീസ് എല്ലാം മറ്റുള്ള ബാറ്റർമാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അടി കിട്ടുന്നത് എന്നെല്ലാമാണ് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവിനെ ഇതുവരെ മറ്റു മത്സരങ്ങൾ കളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറക്കുന്നത് കൊണ്ട് വിക്കറ്റുകൾ എടുക്കാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ള ചർച്ചകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം ഇങ്ങനെയും ചില കാര്യങ്ങൾ പരിഗണിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് പരിഗണിക്കണേ എന്നുണ്ടെങ്കിൽ സെമിയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് 2 ചേഞ്ചസോട് കൂടിയിട്ടായിരിക്കും. ഒന്ന് അഭിഷേക് ശർമ്മയും പിന്നൊന്ന് വരുൺ ചക്രവർത്തി ആയിരിക്കും. ടീമിലേക്ക് വരാനായിട്ട് പോകുന്നത് റിങ്കു സിംഗും അതേപോലെ തന്നെ കുൽദീപ് യാദവും ആയിരിക്കും ട്ടോ.